ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ട് വളരെ വേഗത്തിൽ ഒരു 10 മിനിറ്റ് സമയം മാക്സിമം മതിയാവും ഈ പുഡിംഗ് ഉണ്ടാക്കാൻ. അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിംഗാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിലെ ക്രീമിൻ്റെ കൂടെയും പിന്നെ ബേസായിട്ടും ഓറിയോ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സോസും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ്. ഇതിൽ 12 എണ്ണമാണ് ഉള്ളത്. ഈ 12 ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മളിന്ന് പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഇത് സാധാരണ വെള്ള കളറിലുള്ള ക്രീമോട് കൂടിയിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ഫ്ലേവറിലോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ക്രീമോട് കൂടി വരുന്നതോ ഇഷ്ടമുള്ള ഓറിയോ ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. ബിസ്ക്കറ്റ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. 12 എണ്ണമാണ് ഉള്ളത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ക്രീമോട് കൂടിയിട്ട് തന്നെ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം. എന്നിട്ടിത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബൗളിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ബിസ്ക്കറ്റ് പൊടിച്ചത് മറ്റൊരു ബൗളിലേക്ക് എടുക്കാം. 2 ടേബിൾ സ്പൂൺ വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബിസ്ക്കറ്റും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ ബിസ്ക്കറ്റും 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഈ ബിസ്ക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഇത് നന്നായിട്ട് നിരത്തി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയെടുക്കാം. ഞാനിന്ന് വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ 12 ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്കൊരു 5-6 ആൾക്ക് കഴിക്കാനുള്ള പുഡിംഗ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ബിസ്ക്കറ്റ് ഈ പാത്രത്തിലേക്ക് നന്നായിട്ട് അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇത് മധുരത്തോട് കൂടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. നോക്കിയിട്ട് പിന്നീട് മധുരം കുറവാണെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്തതിന് ശേഷം ചേർക്കാം. ഇപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്രീം വിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബിസ്ക്കറ്റിൻ്റെ പൗഡറൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം മധുരം കുറവാണെങ്കിൽ മാത്രമേ ഇനി പൊടിച്ച പഞ്ചസാര ചേർക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ക്രീം നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുകയാണ്. നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാലൊന്നും താഴെ പോവില്ല. അത്രയും നല്ല കട്ടിയായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ബിസ്ക്കറ്റ് നമ്മൾ ക്രീമോട് കൂടിയിട്ട് പൊടിച്ചതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. എന്നാലും മധുരം ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതിലിപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വരെ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചതിന് ശേഷം മാത്രമേ ഈ സമയത്ത് ചേർക്കാവൂ. അപ്പോൾ പൊടിച്ച പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ട് നമുക്കൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ക്രീമും ബിസ്ക്കറ്റ് പൗഡറും പഞ്ചസാരയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ക്രീം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ക്രീമും ഇതിലേക്ക് ഈ ട്രേയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നിരപ്പാക്കി കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ, ഇനി അതല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ തന്നെ മൂടി ഉണ്ടെങ്കിൽ അതോ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ ഇത് വെക്കണം. കുറഞ്ഞത് 4 മണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് പുറത്തെടുക്കാം. ഇനി നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഗാലക്സിയുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം. മിൽക്ക് ചോക്ലേറ്റോ അതല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ, ഇനിയിപ്പോൾ കുക്കിംഗ് ചോക്ലേറ്റാണ് കയ്യിലുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഗാലക്സിയുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാനിത് 40 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് 80 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ സെറാമിക്കിൻ്റെ ജാറാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം.
എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ ഈ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ജാർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് വളരെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും, കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ കുറച്ച് സമയം ഒരു മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ചോക്ലേറ്റ് മെൽറ്റായിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ വെള്ളത്തിൻ്റെ മുകളിൽ നിന്നും മാറ്റിയിട്ട് പുറത്ത് വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റിൽ പീസൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഈ പുഡിംഗ് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. നമുക്ക് ക്ലിംഗ് റാപ്പ് മാറ്റി നോക്കാം. പുഡിംഗ് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ മെൽറ്റായി കഴിയുന്ന സമയത്ത് ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ വളരെ ചെറിയ സമയം വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് എടുത്ത് മെൽറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഇത് ഒട്ടും ചൂടായിട്ടൊന്നും ഉണ്ടാവില്ല, ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കിത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിക്കാവുന്നതേ ഉള്ളൂ, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ മുകളിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് കട്ടിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം കട്ട് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഈ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച ഉടനെ തന്നെ പുഡിംഗ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഫ്രിഡ്ജിലൊരു 15 മിനിറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ചോക്ലേറ്റ് ഒന്ന് സെറ്റായിട്ട് കുറച്ച് ഹാർഡായിട്ട് കിട്ടും, നമുക്ക് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഇതിങ്ങനെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് ഇരിക്കുന്ന ഈ ഒരു പാകത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് നല്ല മുകളിൽ ചോക്ലേറ്റ് നല്ല കട്ടിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. പുഡിംഗ് കട്ട് ചെയ്തിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു പുഡിംഗാണ്. അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇത് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതേസമയം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ 3-4 മണിക്കൂർ വേണമല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങളിത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റായി കിട്ടും. പക്ഷേ നമ്മൾ സമയമുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അതാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്കിങ്ങനെ പെട്ടെന്ന് വേണമെന്നുള്ള സമയത്ത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ പുഡിംഗ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്